പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ DS50,000 എന്ന സ്കാനർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ DS50,000 എന്ന ഈ സ്കാനർ ഒരു A3 സ്കാനറാണ്. മാക്സിമം A3 സൈസ് വരെയുള്ള ഡോക്യുമെൻറ്റ്സുകളെല്ലാം നമുക്കിതിൽ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഏകദേശം നല്ലൊരു സൈസ് തന്നെയുണ്ട്. ഇതിൻ്റെ പവർ കേബിൾ കണക്ട് ചെയ്യുന്ന നേരെ പിറകുവശത്താണ് പവർ കോഡ് കണക്ട് ചെയ്യേണ്ടത്. സ്കാനറിന് ആവശ്യമുള്ള പവർ വരുന്നത് ഈ ഒരു കേബിൾ വഴി ഇവിടെ ഈ പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിന് നേരെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് USB കണക്ഷനും ഉണ്ട്. ഈ ഒരു സ്കാനർ USB കണക്ഷൻ വഴിയാണ് സ്കാൻ ചെയ്യുക, കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് USB കേബിൾ USB പോർട്ട് പിറകുവശത്താണ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത് തന്നെ സീരിയൽ നമ്പറും വരുന്നുണ്ട്. നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങൾക്കും മറ്റ് സർവീസ് ആവശ്യങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സീരിയൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫ്രണ്ട് പാനൽ ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് പവർ ബട്ടനാണ്. അത് കഴിഞ്ഞിട്ട് വേക്കപ്പ് അല്ലെങ്കിൽ സ്ലീപ്പ് മോഡിനുള്ള ബട്ടൺ വരുന്നുണ്ട്. റെഡി ആണെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടണും അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു ലോക്കാണ്, ട്രാൻസ്പോർട്ടിംഗ് ലോക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏകദേശം കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ വരുന്നത്. നേരെ പിറകുവശത്തായിട്ടാണ് സീരിയൽ നമ്പർ വരുന്നത്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സർവീസ് കോൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം സർവീസ് സെൻറ്ററിൽ വിളിക്കുന്ന അല്ലെങ്കിൽ ടോൾ ഫ്രീയിൽ വിളിക്കുന്ന സമയത്ത് അവർ സീരിയൽ നമ്പറാണ് ചോദിക്കുക. കാരണം ഡോർ ഓപ്പൺ ചെയ്താൽ ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ടച്ച് ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ താഴോട്ടൊന്നും ടച്ച് ചെയ്യരുത്. ഇവിടെ ഓരോരോ സൈസുകൾ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സൈസിൽ അലൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ല, ഇവിടെ മാക്സിമം A3 സൈസ് വരെ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഡോറ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കൊരു ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കണ്ടില്ല, ഇവിടെ ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ ഏകദേശം സൈസുകൾ ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും. ആ സൈസിൽ തന്നെ ആയിരിക്കും ഡോക്യുമെൻറ്റ് വരിക. നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാൻ, പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെക്കാവുന്നതാണ്. എന്തായാലും ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. ഒരിക്കലും മറ്റു കോർണറിലൊന്നും കൊണ്ടുപോയി വെക്കരുത്. അപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്യാൻ ആദ്യം സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ സ്കാനിങ്ങിൻ്റെ ഉള്ള സോഫ്റ്റ്വെയറും കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ആ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് എപ്പോഴും ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് തന്നെ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിനുള്ള എപ്സൺ സ്കാൻ എന്ന ആപ്ലിക്കേഷനാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്ന കൂടെ തന്നെ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇവിടെ എപ്സൻ്റെ ഫോൾഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാവും എപ്സൺ സ്കാൻ എന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ലാപ്പിൽ കുറേ സ്കാനേഴ്സ് പ്രിൻറ്റേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ടാണ് പേര് കാണിക്കുന്നത്. നോർമൽ കേസിൽ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഓപ്പണായി വരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക ആപ്ലിക്കേഷന്. നോർമൽ കേസിൽ ഈ സ്കാൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലായിരിക്കും സേവ് ആവുക. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേ ഒരു മെസ്സേജ് വരും. അതിൽ സേവ് ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സേവ് ആവുന്നതാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ആഡ് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് സ്കാനിങ് ആണ് കൊടുത്തത്. ആ ഫോൾഡർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഫയൽ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ കാണാവുന്നതാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വെച്ച അതേ ഡോക്യുമെൻ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഭയങ്കര ഡാർക്ക് ആയിട്ടാണ്. അതിന് കാരണം ഇവിടെ ഇമേജ് ടൈപ്പ് എന്നുണ്ടല്ലോ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ്. അത് മാറ്റി നമ്മൾ കളർന്ന് കൊടുത്താണ്ട് വീണ്ടും സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇഷ്ട ആൻസറിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ അത് ക്ലിയർ ആയിട്ട് സ്കാനിങ് ചെയ്ത് ഫയൽ സേവ് ആവുന്നതാണ്. അത് നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഉണ്ടല്ലോ, ഞാൻ വെച്ച സാമ്പിൾ ഫയലാണ്. ഒരു ടെസ്റ്റ് പേജിൻ്റെ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റാണ് വെച്ചത്. നല്ല കളറിൽ കൊടുത്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ തന്നെ 4 മോഡ് കാണാവുന്നതാണ്. ഹോം മോഡ്, ഓഫീസ് മോഡ്, പ്രൊഫഷണൽ മോഡ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള ചെറിയ ഫീച്ചേഴ്സിലുള്ള മാറ്റമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവുക പ്രൊഫഷണൽ മോഡിലായിരിക്കും ഉണ്ടാവുക. ഓഫീസ് മോഡായാലും വലിയ കുഴപ്പമൊന്നുമില്ല.
നോർമലി എല്ലാവരും അധിക പേരും ഓഫീസ് മോഡാണ് യൂസ് ചെയ്യുന്നത്. ഓഫീസ് മോഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ മോഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ചെറിയ ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കി എല്ലാ സെറ്റിങ്സും ഈക്വലാണ്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഞാൻ അതിലൊരു മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ അതിന് ശേഷം ഇനി താഴെ വരുന്നത് നിങ്ങൾക്ക് നെയിമാണ്. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് എവിടെ നിന്നാണ് ഡോക്യുമെൻ്റ് സോഴ്സ് എവിടെയാണ്, സാധാരണ സ്കാനർ ഗ്ലാസ് വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈസ്, ഏത് സൈസിലാണ് സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കിവിടെ നിങ്ങൾ ആവശ്യാനുസരണമുള്ള സൈസ് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കറക്റ്റ് ഡോക്യുമെൻ്റ് സ്ക്യൂ, ഇത് നമുക്ക് അത്ര, ഇതിന് ശേഷം കാണുന്ന 2-3 ഓപ്ഷൻസ് നമുക്ക് അത്ര ആവശ്യമില്ലാത്തതാണ്. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഇമേജ് ടൈപ്പ് എന്ന് കണ്ടില്ലേ, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു അതിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. നോർമലി ഓട്ടോയിലോ കളറിലോ കൊടുക്കുക, ഗ്രേ സ്കെയിലോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഭയങ്കര ഡാർക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം കഴിയുന്നതും നിങ്ങൾ കളർ യൂസ് ചെയ്യുക. പിന്നെ റെസൊല്യൂഷൻ, ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആവും, സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടുന്നതാണ്. ഇത് റെസൊല്യൂഷൻ കുറയുന്തോറും ക്ലാരിറ്റിയും കുറയുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇവിടെ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ കണ്ടില്ലേ പ്രിവ്യൂ സ്കാൻ പറഞ്ഞത്, പ്രിവ്യൂ മെയിലിൽ ഈ മോഡൽ സ്കാനറിൽ യൂസ് ചെയ്ത് നമ്മൾ വെച്ച ഡോക്യുമെൻറ്റ് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് തന്നെ നമുക്കിവിടെ സ്ക്രീനിൽ നമ്മുടെ വെച്ച ഡോക്യുമെൻറ്റ് കാണിച്ചു തരും. അവിടെ നമുക്ക് കറക്റ്റ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ വെച്ചത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പ്രിവ്യൂ യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്കാൻ എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്യണം. സ്കാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോരും. അത് അവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനാണ് ആദ്യം പറയുന്നത്. നമുക്ക് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ കണ്ടില്ലേ ഫയൽ നെയിം, നമുക്ക് ഏത് മോഡിലാണ് നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോർമൽ കേസിൽ ടൈപ്പ് ചെയ്യാം. സാധാരണ IMG എന്നാണ് അന്നത്തെ ഡേറ്റ് വെച്ചുകൊണ്ടുള്ളൊരു പേരായിരിക്കും സേവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. എഡിറ്റിൽ പോയിട്ട് ഇവിടെ എഡിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്ത പോലത്തെ ഒരു പേരായിരിക്കും ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇമേജ് ഫോർമാറ്റാണ്. ഏത് ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്, JPEG ആണോ, TIFF ആണോ, TIN ആണോ, അതേപോലെ PDF ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കാര്യമായുള്ള സെറ്റിങ്സ് വരുന്നത്. അതിനുശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ 3 ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് പേജ്. ഈ ആഡ് പേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ പേജ് സേവ് ചെയ്യാൻ, ഒറ്റ ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പേജ് വെക്കുക. എന്നിട്ട് ഈ ആഡ് പേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്കാനിങ് ആവും. അത് കഴിഞ്ഞാൽ വീണ്ടും അത് ചോദിക്കും. എന്നിട്ട് അവസാനം നിങ്ങൾ സേവ് ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ PDF ഫയലിനുള്ളിൽ തന്നെ 1, 2, 3 1 ബൈ പേജ് ആയിട്ട് സേവ് ആവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആഡ് പേജ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സേവ് ഫയൽ എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സേവ് ഫയൽ എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ കണ്ട ഡോക്യുമെൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു ട്രാൻസ്പോർട്ടേഷൻ ലോക്ക് ആണ് ഒരു ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ യൂസേജ് ഇവിടെയാണ്. ഞാനിപ്പോൾ ലോക്ക് ആക്കിയിട്ടുണ്ട്. ലോക്ക് ആക്കിയാണ്ട് സ്കാൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രിവ്യൂവിൽ ഒരിക്കലും നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ കാണില്ല. ഇങ്ങനെ ചെറിയൊരു ഗ്രേ കളർ ഷെയ്ഡിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഡോക്യുമെൻ്റ് നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണാനോ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് കാണാൻ സാധിക്കത്തില്ല. കാരണം നമ്മളവിടെ ലോക്ക് ചെയ്തതുകൊണ്ടാണത്. അത് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അൺലോക്ക് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രശ്നമായിരിക്കും ഉണ്ടാവുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കാനർ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ ഈ ഒരു വൈറ്റ് ഭാഗത്തൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഓൺലി നമ്മൾ ഈ മുകളിൽ കാണുന്ന ഒരു എൻഡിൽ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. സ്കാനർ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും എറർ മെസ്സേജിൻ്റെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ആ എറർ മെസ്സേജിൻ്റെ ലൈറ്റ് ഓൺ ആയിരിക്കും. അത് ഓൺ ആണെങ്കിൽ മാത്രമേ സ്കാനർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ
ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.